ഇന്ന് 24 മണിക്കൂർ ഫുള്ള് ഞാൻ ഈ ഒരു റൂമിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പോവാണ്. എങ്ങനെയാണ് ഈ ഒരു ചലഞ്ച് ഞാൻ അവസാനിപ്പിച്ചത് നോക്കാം. ഈ റൂമിൽ ആദ്യം ഒരു കട്ടിലുണ്ടായിരുന്നു, അതുകൊണ്ട് അതെടുത്ത് വെളിക്കിട്ടു. ഇനി ആകെ ഈ റൂമിലുള്ളത് എന്താണ് പറഞ്ഞാൽ ഉറങ്ങി സമയം കളയാൻ വേണ്ടി ഒരു പായും തലയാണിയും എടുത്തു. അതുപോലെ കാറ്റുള്ള ഒരു ടേബിൾ ഫാനും, കുടിക്കാൻ 2 കുപ്പി വെള്ളം, പിന്നെ ബോർ അടിക്കുമ്പോൾ വായിച്ച് പകുതിയാക്കി ഒരു ബുക്ക് കൊടുത്തു. പിന്നെ സമയം അറിയാൻ വീട്ടിൽ തൂക്കി വെച്ച ക്ലോക്ക് വരെ എടുത്ത് ഞാൻ റൂമിൽ വെച്ചു. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഈ റൂമിലുള്ള സാധനങ്ങൾ. സമയം ഇപ്പൊ രാവിലെ 8 മണിയാണ്. ഇനി നാളെ രാവിലെ 8 മണി വരെ ഞാൻ ഈ റൂമിൽ തന്നെ ഇരിക്കണം. ചലഞ്ച് തുടങ്ങിയതും കുറെ നേരം ഇരുന്നും കിടന്നൊക്കെ നോക്കി സമയം പോകാം, പക്ഷെ സമയമേ പോണില്ല എന്നായി. കുടിക്കാൻ വേണ്ടി 2 കുപ്പി വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് വെള്ളം കുടിക്കാൻ പറ്റില്ല. ഒരുപാട് വെള്ളം കുടിച്ച് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ ഞാൻ വെളിയിൽ പോയി മൂത്രമൊഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് ഒരുപാട് വെള്ളം കുടിക്കാൻ പറ്റില്ല. ഒരുപാട് നേരം ഇരുന്ന് ഭ്രാന്തായതുകൊണ്ട് സമയം പോകാൻ വേണ്ടി റൂമിന് ചുറ്റും ഒരു കാര്യമില്ലെങ്കിൽ കുറെ നേരം നടന്നുകൊണ്ടിരുന്നു. ഇതിന്റെ ഇടയിലൊക്കെ രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇന്ന് ഞാൻ റൂമിന്റെ വെളിക്ക് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ അമ്മ കറക്റ്റായിട്ട് ഈ ചെയറിൽ വെച്ചിട്ടാണ് പോണത്. അതുപോലെ ഇന്ന് മൊത്തം ഞാൻ സ്പൂണും കൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. കൈ കൊണ്ട് കഴിച്ചാൽ കൈ കഴുകാൻ വെളിയിൽ പോകേണ്ടി വരും. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി സമയം കളയാൻ വേണ്ടി റൂമിന്റെ ഉള്ളിൽ പുഷപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് സമയം കളഞ്ഞു. അത് കഴിഞ്ഞ് സമയം ഇപ്പൊ ഉച്ചയായി. അങ്ങനെ ഉച്ചയ്ക്ക് ഇപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സമയം ഒന്ന് വൈകുന്നേരമാക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് ഒന്ന് കിടന്നുറങ്ങി. അങ്ങനെ നല്ലൊരു ഉറക്കം അടിച്ച് വെളിക്ക് നോക്കിയത് എല്ലാവരുടെയും വെളിച്ചം മാറി ഇരുട്ടായിരിക്കുന്നു. ഇനി ഈ രാത്രി ഒന്ന് കഴിയാൻ മാറ്റി വെച്ച ബുക്കും വായിച്ച് കുറച്ചു നേരം ഫോണിൽ നോക്കിയിരുന്നു. അങ്ങനെ സമയം ഇപ്പൊ രാത്രി 8:30 വേഗം രാത്രിക്കുള്ള ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് നാളെ രാവിലെ ആവണേന്ന് വിചാരിച്ച് കിടന്നുറങ്ങി. അങ്ങനെ അവസാനം ഇപ്പൊ പിറ്റേ ദിവസം രാവിലെയായി. പക്ഷെ സമയം 7:30 ആയിട്ടുള്ളൂ. ഇനി അരമണിക്കൂർ കഴിയണം ഈ ഒരു ചലഞ്ച് കഴിയാൻ. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം സമയം ഇപ്പൊ 8 മണി. അതുകൊണ്ട് എന്റെ ഈ ഒരു ചലഞ്ച് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസത്തിന് ശേഷം ഞാൻ ഈ റൂമിൽ നിന്ന് വെളിക്ക് ഇറങ്ങുകയാണ്. അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒരു ഫോളോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.